ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നീട്ടിയത് കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നീട്ടിയത് കരത്താലും പരിശുദ്ധാത്മശക്തിയാലും വചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അവൻ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. അവൻ നല്ലവനാം കർത്തനവേ വല്ലഭനാം വെളിപ്പെടുമേ. അവൻ നല്ലവനാം കർത്തനവേ വല്ലഭനാം വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശു പിന്മാറിയെ ഊറ്റുമവേ. മിന്നൽ പിണരുകൾ വീശു അവൻ പിന്മാറിയെ ഊറ്റുമവേ. അവൻ ഉണരുകയായി ജയകോടികൾ തകരുമപ്പോ കരമടിച്ച സ്വന്തം ഉയർത്തി. ഉണരുകയായി ജനകോടികൾ
അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. നിന്നിത പാത്രനായ ദേവാ, നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രനായ ദേവാ, നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പാടുവീഴുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പാടുവീഴുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശു നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. അവൻ വല്ലഭനാം കർത്തനവേ, വല്ലഭനാം വെളിപ്പെടുമേ. അവൻ വല്ലഭനാം കർത്തനവേ, വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. നിത്യത കരത്താലോ പരിശുദ്ധാത്മശക്തിയാലോ, നിത്യത കരത്താലോ പരിശുദ്ധാത്മശക്തിയാലോ, അവൻ തിരുവചനം അവൻ അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അവൻ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. മിന്നൽ പിടരുകൾ വീശൂ, മാറിയെ ഊറ്റുമവേ. മിന്നൽ പിടരുകൾ വീശൂ, മാറിയെ ഊറ്റുമവേ. അവൻ ഉണരുകയാൽ ജനകോടികൾ തകരുമപ്പോ ദുശക്തികളും. അവൻ ഉണരുകയാൽ ജനകോടികൾ തകരുമപ്പോ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താൽ. അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഉപവാസ പ്രാർത്ഥനയോടെ 20ാമത്തെ രാത്രിയിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ ഏറ്റവും മഹത്വമുള്ള നാമത്തിൽ വിനീതമായി സ്നേഹവും വന്ദനവും ചെയ്യുന്നു. ഇന്ന് കൃത്യമായിട്ടേക്ക് തന്നെ നമ്മുടെ യോഗം അവസാനിക്കും. വൈകിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളുണ്ട്. അപ്പോൾ തന്നെ നാളെ അതിരാവിലെ ഉണർന്ന് ജോലിക്ക് പോകേണ്ട ആളുകളുണ്ട്. അതെല്ലാം മനസ്സിലാക്കുന്ന കൃത്യസമയത്ത് തന്നെ നമ്മുടെ യോഗം അവസാനിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെയും അല്പം ആളുകൾ ഇന്ന് രാത്രിയിൽ കുറഞ്ഞത്. പലർക്കും ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിൽ പലരുമായിരിക്കുന്നു. കർത്താവ് അവരെയും അവരോടുകളായി സൂക്ഷിക്കട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവർ നമ്മോടൊപ്പം വായിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അതിഥിയായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
കർത്താവിദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോയ് അവരുടെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഐശ്വര്യയുടെ പേരപ്പറ്റ ചർച്ചിലെ ചെട്ടികുളങ്ങര ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്ററായി കർത്താവിന്റെ പേരോട് ബന്ധനായിരിക്കുന്നു. ചില വർഷങ്ങളായി അദ്ദേഹവുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് സ്റ്റഡി ഇന്ന് ഞങ്ങളുടെ സെമിനാരിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ മാസ്റ്റേഴ്സ് സ്റ്റഡി വളരെ അനുഗ്രഹമായ നിലയിൽ തിരുവല്ല ഡൂലോസ് തിയോളജിക്കൽ സെമിനാരിയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ യുവജന സംഘടനയിലൂടെ വളരെ ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനാണ്. ഈ രാത്രിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് 8:25 വരെയുള്ള സമയങ്ങൾ അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയുള്ള ദൈവസഭയിൽ നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ 20ാമത്തെ അല്ലേ പാസ്റ്റർ രാത്രിവേളയിൽ ദൈവസന്നിധിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടെ ഭൂമിയിൽ ഒരുക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ബെൻസൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളുകളായി ഞങ്ങൾ സുപരിതരാണ്. എൻ്റെ വൈഫിൻ്റെ അവർ ഒരുമിച്ച് തിരുവചന പഠനത്തിൽ FTCയിൽ ഒരുമിച്ച് പഠനത്തിലായിരുന്ന പ്രിയ സഹോദരങ്ങളാണ്. ആ കുടുംബമായി വളരെ പരിചിതമുണ്ട്. അപ്പോൾ തന്നെ കർത്താവിദാസൻ ഓർപ്പിച്ച പോലെ സെമിനാരിയുടെ ഒരു വിദ്യാർത്ഥിയായിട്ടും കർത്താവ് ഈ നാളുകളിൽ എന്നെ നയിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലേറ്റവും വിശേഷമായി പറയാനുള്ളത് ഈ മകൾ ശിശിരിയ ഈ മകളെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രിയവേദന ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവളുടെ ദൈവത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. പ്രിയ മകളുടെ പേരപ്പൻ എൻ്റെ സഭയിലാണ് ഞാൻ കൂട്ടുന്നത്. സഭയിലെ പാസ്റ്ററാണ്. കർത്താവിദാസൻ ഓർപ്പിച്ചതുപോലെ ചെട്ടികുളങ്ങര പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പരിചിതമാണ്. ആമേൻ. അവിടെയുള്ള ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അതിന് ഏറ്റവും സമീപമാണ്. 13 കരകളുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അതിലെ 1ാം കര എന്ന് പറയുന്നത് അവിടുത്തെ ദേവിയുടെ മണ്ടയാണ്. അതിൻ്റെ അകത്താണ് സഭ സ്ഥിതി ചെയ്യപ്പെടുന്നത്. കർത്താവ് ആ സഭയെ ദൈവം ഇത്രത്തോളം അനുഗ്രഹമാക്കി, കർത്താവ് അത്ഭുതമാക്കിയ ദേശത്ത് സഭയായി ഞങ്ങളെ നടത്തുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അനേക ദൈവമക്കൾ കൂടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഒരുപാട് ദൈവമക്കളും ഹൈന്ദവ ആരാധന മേഖലയിൽ നിന്നും ശ്വാസമാർഗത്തിലേക്ക് വന്ന കുടുംബങ്ങൾ കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. അമ്മേ പ്രിയപ്പെട്ട ഈശ്വരയുടെ സഭ, പുതുപ്പള്ളി സഭ, ആ സഭയും എനിക്ക് വളരെ പ്രിയപ്പെട്ട സഭയാണ്. സെൻട്രലിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ സഭയിലുള്ള ദൈവമക്കളെ പലരും പരിചിതരാണ്. അതൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ക്രിസ്തുയേശുവിൽ ഈ രാത്രിയിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ രാത്രിയിൽ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം സമയം എൻ്റെ മുമ്പിൽ നിന്നും തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒരാൾക്ക് ശബ്ദം എത്തി വായിക്കാമല്ലോ. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് വളരെ സുഹൃതമായ ഒരു ഭാഗമാണ് ഈ രാത്രിയിൽ നമ്മൾ വായിക്കുവാനിടയായിട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവകാലത്ത് തനിക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന തൻ്റെ സഹോദരത്തിനാകുന്ന യോഹന്നാൻ സ്നാപകൻ തൻ്റെ പ്രേക്ഷിത ദൗത്യം വളരെ വിശ്വസ്തയോട് ചെയ്ത് തന്നെ ദൈവം ഏൽപ്പിച്ചത് താൻ വിശ്വസ്തയോട് ചെയ്തത് നിമിത്തം തൻ്റെ ശിരസ് ഛേദിക്കപ്പെടേണ്ടി വന്നു. ലോകത്തിൽ മാറ്റപ്പെട്ടു.
യേശുവിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ആ വേർപാട് യോഹന്നാന്റെ മരണം തന്നെ വല്ലാതെ ഭാരപ്പെടുത്തുവാനിടയായി തീർന്നു. വല്ലാതെ ശാരീരികമായി മാനസികമായി തകർന്ന യേശു ക്രിസ്തു വേറിട്ട് വാങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു. ഒരു മരുഭൂമിക്ക് സമാനമായ ഒരു തലത്തിലേക്ക് യേശു ഏകാന്തതയിൽ തൻ്റെ ജീവിതത്തെ മാറ്റി നിർത്താൻ യേശു ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ സന്ധ്യായാമം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മളുടെ മേൽ കിടക്കുന്ന ദൈവീയ അഭിഷേകവും നമ്മുടെ മേൽ കിടക്കുന്ന ദൈവം നിയോഗങ്ങളും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ, നമ്മൾ അനുഭവിക്കുന്ന ചില വേദനകളുടെ നടുവിൽ ഒതുങ്ങിപ്പോകാൻ, ഏകാന്തതയിൽ ഒതുങ്ങിപ്പോകാൻ, ആമേൻ, ആരും അറിയണ്ട എന്ന് വെച്ച് ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാ പലപ്പോഴും നമ്മൾ മാനുഷികമായി നമ്മളൊക്കെ. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ മേലുള്ള നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് ആമേൻ ദൈവത്തിനു വേണ്ടി നമ്മൾ പ്രയോജനപ്പെടേണ്ടവരാണെന്ന് കർത്താവിൻ്റെ രാത്രി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിന് നേർക്ക് പലവിധമായ പ്രതിസന്ധികൾ വരും. ഒരുപക്ഷെ നമ്മുടെ വേദനിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ, വേദനകളുടെ നടുവിൽ ഒതുങ്ങിപ്പോകേണ്ടതല്ല നമ്മുടെ ആത്മീക ജീവിതം. വേദനകളുടെ നടുവിലും നമ്മുടെ മേൽ കടക്കുന്ന നിയോഗത്തെ വെളിപ്പെടുത്താൻ, നമ്മുടെ മേൽ കടക്കുന്ന സൂക്ഷിയെ വെളിപ്പെടുത്താൻ, നമ്മുടെ മേൽ കടക്കുന്ന ആത്മനിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ തയ്യാറാണ്? ഹല്ലേലൂയ. നീണ്ട ദിവസങ്ങളായി ദൈവസന്നിധിയിൽ വേറിട്ട് ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുന്ന ദൈവസഭയെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയോട്, ദൈവജനത്തോട് പറയുന്ന ഒരു ദൂതുണ്ട്. ദൈവകുഞ്ഞെ, നിന്റെ വ്യക്തിപരമായി സ്വകാര്യ ദുഃഖങ്ങൾക്കകത്ത് ഇന്ന് രാത്രിയിൽ കെട്ടപ്പെട്ടവനായി ഈ രാത്രിയിൽ ഒതുങ്ങേണ്ടവനല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ ആത്മതലത്തിലേക്ക് ഈ രാത്രി നമ്മൾ കയറി വരേണ്ടവരാണ്. ആമേൻ. എത്ര ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാണ്? ഈ രാത്രി ദൈവകുഞ്ഞെ, നമ്മളെ വ്യക്തിപരമായ സ്വകാര്യ ദുഃഖങ്ങൾക്കകത്ത് നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഈ രാത്രി അവിടെ നിന്ന് നമ്മൾ കയറാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. 21 ദിവസമാണോ ദൈവദാസനെ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 21 ദിവസവും നമ്മൾ ആമേൻ ഒരു ഭാഗത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരു റിലീഫ് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഉൾത്തടങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. ആമേൻ. എവിടെയോ ആമേൻ കെട്ടപ്പെട്ടവരെ പോലെ, ഏതൊക്കെയോ തലങ്ങളിൽ ദുഃഖം ആമേൻ തളം കെട്ടിയവരെ പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ നമ്മളൊക്കെ ആയിരിക്കുന്നത്. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ മേൽ കിടക്കുന്ന ആത്മനിയോഗങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നു. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? കർത്താവേ, ഈ രാത്രിയിൽ എൻ്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ, ദൈവ ഇഷ്ടം എന്നിൽ നിറവേറേണ്ടതിന് കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ഞാനിവിടെ ഒതുങ്ങേണ്ടവനല്ല. ആമേൻ. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്ന തലത്തിലേക്ക് കയറി വരുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവേ, എന്നെ നീ നിയോഗിക്കണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അടുക്കൽ അനേകായിരങ്ങൾ ഓടിക്കൂടുകയാണ്. യേശു വേറിട്ടും മാറിപ്പോകുന്നു. നിർജ്ജന പ്രദേശത്ത് പോയി ഏകാന്തതയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദുഃഖത്തിൻ്റെ അകത്ത് കെട്ടപ്പെട്ടവനായി ഒതുങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ വരുന്ന പുരുഷാരത്തെ കണ്ടിട്ട് തൻ്റെ മേൽ കടക്കുന്ന നിയോഗത്തെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് യേശുവിനെ ഉപയോഗിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നീ ഒരു ഭാഗത്ത് വേദനകൾ നിമിത്തം, ആമേൻ, നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ നിമിത്തം ഒതുങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ, ആമേൻ, കഴിയാതെ വണ്ണം ആരാധനയിൽ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തക്കവണ്ണം മുന്നേറാൻ കഴിയാതെ ഒതുങ്ങി നിൽക്കുന്ന തലത്തിൽ നിന്ന് ദൈവകുഞ്ഞെ നിന്നെ ആവശ്യപ്പെട്ട് നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ഒരു ജനത നിന്റെ മുമ്പിൽ വരുമ്പോൾ ഇന്ന് രാത്രി നീ ദുഃഖം നടിച്ചു കിടക്കേണ്ടവളല്ല, ദുഃഖിതരായി നിൽക്കേണ്ടവരല്ല, മറിച്ച് ആത്മനിയോഗത്തോടെ എഴുന്നേറ്റ്
ദൈവത്തിന്റെ വചനത്തെ പ്രഘോഷിച്ച് ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ ഈ രാത്രി വ്യാപാരം ചെയ്യുക. ഈ രാത്രി എത്ര ദൈവമക്കൾ തയ്യാറാണ്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഈ 20-ാം ദിവസവും ദൈവകുഞ്ഞെ വേദനിപ്പിച്ചവളായി ഈ രാത്രി ഇരിക്കാനല്ല, നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഈ രാത്രി എഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായ സ്വകാര്യ ദുഃഖങ്ങൾക്കകത്ത് നമ്മുടെ ആത്മീയ ജീവിതം കുടുങ്ങി പോകരുത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ കഷ്ടമുണ്ട് ദൈവമക്കളെ, ഇവിടെ ഭാരങ്ങളുണ്ട്, ഇവിടെ വേദനകളുണ്ട്. ഒരു പക്ഷേ നിന്റെ ജോലി സംബന്ധമായ വിഷയങ്ങൾ ഒരു പക്ഷെ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിന്റെ കുടുംബ പശ്ചാത്തലത്തിന്റെ സാഹചര്യങ്ങൾ ഒരു പക്ഷെ നിന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവമേ, ദൈവത്തിൽ നിന്ന് ധൈര്യപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ തിരിച്ചറിയാൻ ദൈവകുഞ്ഞെ നീ തയ്യാറാണെങ്കിൽ, ദൈവം ഈ രാത്രി നിന്നെ ഉപയോഗിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയാവിനെ, നമുക്കറിയാം ഏലിയാവിൻ്റെ ജീവിതം നമുക്കറിയാം. ചൂരച്ചെടിയുടെ തണലിൽ മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൻ്റെ മേൽ വലിയൊരു നിയോഗമുണ്ട്. പക്ഷേ ഒരു ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വാക്ക് നിമിത്തം ആമേൻ മതിയെന്ന് പറയുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവേ, ആമേൻ, ഇത്രയൊക്കെ മതി, ഇതിൽ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ വയ്യ, പൈശാചിക മേഖലകളോട് ഇതിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ വയ്യ. പല മേഖലകൾ ഒഴിഞ്ഞു മാറുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടുന്നു. ദൈവകുഞ്ഞെ, നീ മാറി നിൽക്കേണ്ടവനല്ല, മതിയെന്ന് പറയേണ്ടവളല്ല. അവൻ നിന്നെ കുറിച്ച് ദൈവം കാണുന്നത് ഒരു ദൂരയാത്രയുണ്ട്. നിന്റെ മേൽ ചില നിയോഗങ്ങൾ കിടപ്പുണ്ട്, നിന്റെ മേൽ ചില ശുശ്രൂഷകൾ കിടപ്പുണ്ട്. അതിലേക്ക് ഇന്ന് രാത്രി കയറി വരുവാൻ പരിശുദ്ധാത്മാവ് ഈ 20-ാമത്തെ രാത്രിയിൽ ചിലരോട് ആഹ്വാനം ചെയ്യുന്നു. ഒതുങ്ങിപ്പോകേണ്ടവരല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒതുങ്ങി നിൽക്കേണ്ടവരല്ല ദൈവസഭ. ആമേൻ. ഈ പട്ടണത്തിന്റെ അകത്തലങ്ങളിൽ ദൈവസഭയെ ദൈവമാക്കിയത് ഒതുങ്ങി നിൽക്കാനല്ല, ഒതുക്കി നിൽക്കാനല്ല, അഭിഷേകത്തെ വെളിപ്പെടുത്തുവാൻ, ആത്മനിയോഗത്തെ വെളിപ്പെടുത്തി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ വളരുവാൻ ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. Praise the Lord. Hallelujah. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വേഗം വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. Praise the Lord. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന്. Praise the Lord. അപ്പോസ്തലൻ പൗലോസ് പറയുക, ആമേൻ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ചു വാർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിലാക്കിയിരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇച്ഛിക്കാത്തത്, നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നേർക്ക് വന്നു ഭവിക്കുമ്പോൾ ദൈവത്തോട് പരാതി പറയാതെ, ദൈവത്തോട് ആവലാതി പറയാതെ, നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ഈ രാത്രി മുന്നേറാൻ തയ്യാറാണെങ്കിൽ ആമേൻ, അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക്, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് അത് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നീ അനുഭവിക്കുന്ന ചില വേദനകളുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന ചില ഭാരങ്ങളുണ്ടല്ലോ, ചില നെടുവീർപ്പുകൾ, ആമേൻ, ചില ദൈവപ്രവർത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കുന്ന ചില വേദികളാണെന്ന് തിരിച്ചറിഞ്ഞ ആമേൻ പറയാൻ ഈ രാത്രി എത്ര ദൈവമക്കൾ തയ്യാറാണ്? യേശുവിൻ നാമത്തിൽ എല്ലാ അധരങ്ങൾ വരുന്ന വിഷയം കർത്താവിന് സ്തോത്രം ചെയ്ത് ദൈവകുഞ്ഞെ, നിന്റെ മേൽ കിടക്കുന്ന ചില നിയോഗങ്ങൾ കടക്കുമ്പോൾ തന്നെ തമ്പുരാൻ ചില കഷ്ടതയുടെ ആഴത്തിലേക്ക് തള്ളിവിടുന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ പണിതെടുത്ത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തമ്പുരാന് നിന്നെ ഉപയോഗിക്കാനുള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ഇത് പറയുമ്പോൾ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ഒക്കെ നാം പഠിക്കപ്പെടുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ കടന്നുപോയ കഷ്ടതയുടെ ആധിക്യത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവം പൗലോസ് ഇത് പറയുമ്പോൾ തനിക്ക് ഭവിച്ചതൊക്കെ, താൻ കടന്നുപോയ വേദനകളൊക്കെ, താൻ അനുഭവിച്ച പെർസിക്യൂഷൻ പലതും തന്റെ ജീവിതത്തിൽ ആത്മീയ ഉണർവിന് തന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 13-ാം വാക്യം വേഗം വായിച്ചേ. എന്റെ ബന്ധനങ്ങൾ അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവരിലും തെളിവായി വരികയും എന്റെ ബന്ധനങ്ങളാൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ. പൗലോസ് പറയുന്നത് എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. കൈസരുടെ അരമനയിൽ ഉള്ളവരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. പൗലോസ് സുവിശേഷം നിമിത്തം താൻ അനുഭവിച്ച കഷ്ടതകൾ, തനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് പറയുമ്പോൾ കയറി ചെല്ലാൻ പറ്റാത്ത കൈസറുടെ അരമനയ്ക്കകത്തേക്ക് തമ്പുരാൻ പൗലോസിനെ കൊണ്ടു നിർത്തിയത് താൻ കടന്നുപോയ ചില പ്രതിസന്ധികളാണ്. പ്രൈസ് ദി ലോർഡ്. താൻ അനുഭവിച്ച ചില കഷ്ടതകളാണ് തന്നെ രാജകൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. അവിടെ പൗലോസ് മൗനമായി നിൽക്കുകയല്ല. തന്റെ ന്യായാസനത്തിനു മുമ്പാകെ കൈസറുടെ അരമനയിലുള്ള സകലരോടും സുവിശേഷം നിമിത്തം സുവിശേഷം പറയാനുള്ള ഒരു വേദിയാക്കി താൻ അതിനെ മാറ്റി. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. നമ്മൾ കടന്നു പോകുന്നത് ചില പ്രതിസന്ധികൾ നമ്മളെ വേദനിപ്പിക്കുന്നത്, പക്ഷേ തമ്പുരാൻ അതിന്റെ പിമ്പിൽ ചില പദ്ധതികളുണ്ട്. ചില കൊട്ടാരത്തിന്റെ അകത്തലങ്ങളിലേക്ക് ദൈവനാമ നിമിത്തം നീ കയറി ചെല്ലാനുള്ള ദൈവനിയോഗം നിന്റെ മേൽ കടക്കുമ്പോൾ ദൈവകുഞ്ഞ് നീ അനുഭവിക്കുന്ന പ്രതികൂലം ദൈവത്തിന്റെ പദ്ധതിയുടെയാണെന്ന് തിരിച്ചറിയുന്നവർ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറാൻ അത് നിമിത്തമായെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, ദൈവകുഞ്ഞെ നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ നിന്നെ ചില വേദികൾക്കകത്തലങ്ങളിലേക്ക് കയറ്റി നിർത്താനുള്ള പടികളാണെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നത് പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരുപക്ഷെ വേദനകൾ നിന്നെ ഒതുക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, നീ ഇന്ന് വരെ കയറിയിട്ടില്ലാത്ത, നീ ഇന്ന് വരെ ചെന്നിട്ടില്ലാത്ത ചില മേഖലകൾക്കകത്തളങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടു നിർത്താനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാ ഈ രാത്രി നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ രാത്രി ദൈവകുഞ്ഞെ വിശ്വസിക്കുന്നവർ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. ദൈവകുഞ്ഞെ നിന്നെ അവൻ മറന്നിട്ടല്ല, നിന്നെ അവൻ മാറ്റി നിർത്തിയിട്ടല്ല, നിന്റെ മേൽ കിടക്കുന്ന നിയോഗമാണ് നീ ഇന്ന് വാരാത്തിൽ അനുഭവിക്കുന്ന ചില കണ്ണുനീരുകൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പൗലോസിന് കൈസറുടെ അരമനയ്ക്കകത്ത് കയറാൻ വകുപ്പില്ല. പക്ഷെ ക്രിസ്തുവിന്റെ നാമം നിമിത്തം താൻ അനുഭവിച്ച പീഡനങ്ങൾ, താൻ അനുഭവിച്ച കഷ്ടതകൾ തന്നെ അറിയിക്കാത്തൊരു മേഖലയിലേക്ക് തമ്പുരാൻ കൊണ്ടു നിർത്തിയത് അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെങ്കിൽ ഇന്ന് രാത്രി ചിലരോട് കർത്താവ് ഈ രാത്രി ഇടപെടുന്നു. ദൈവകുഞ്ഞ് നീ അറിയിക്കാത്ത ചില മേഖലകളിലേക്ക് തമ്പുരാൻ നിന്നെ കൊണ്ടു നിർത്താൻ ഉദ്ദേശമുണ്ടായത് കൊണ്ട് ദൈവം തമ്പുരാൻ നിന്നെ ചില മുള്ളുകൾക്കകത്തലങ്ങളിലേക്ക്, ചില താഴ്വരകളുടെ അകത്തലങ്ങളിലേക്ക് തമ്പുരാൻ നിന്നെ നടത്തുന്നതെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ അവൻ മറന്നിട്ടില്ല കുഞ്ഞ്, നിന്നെ അവൻ മറന്നിട്ടില്ല. നീ അവന്റെ മുമ്പിൽ റിജക്റ്റഡ് അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയിക്കാത്ത ചില മേഖലകളിലേക്ക് തമ്പുരാൻ നിന്നെ കൊണ്ടു നിർത്താനുള്ള പദ്ധതിയുടെ ഭാഗമാ നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധി. ഹല്ലേലൂയ. മോശ എന്ന അഭിഷേക്തനെ നമുക്കറിയാം.
ഫറവോന്യ കൊട്ടാരത്തിൻ്റെ അകത്ത് വളരപ്പെട്ടവൻ ഒരിക്കൽ അത് വിട്ടിറങ്ങി ഓടുമ്പോൾ ആമേൻ അവൻ്റെ മേൽ കിടക്കുന്ന നിയോഗം നിമിത്തമാ ആമേൻ വിട്ടിറങ്ങി ഓടിയപ്പോൾ അവൻ അനുഭവിച്ച പ്രതിസന്ധികൾ, ജീവിതത്തിൽ നേർക്ക് അവൻ അനുഭവിച്ച ചില വെല്ലുവിളികൾ. ആമേൻ ത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ മേലൊരു നിയോഗമുണ്ടടാ. നീ ഇട്ടറഞ്ഞ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് ഞാൻ നിന്നെ ഒരു അഭിഷേകത്തോട് മടക്കി അയക്കാനുള്ള ദൈവ നിയോഗം നിന്റെ മേൽ കടക്കുന്നത് കൊണ്ടാ അവൻ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചോണ്ടിരിക്കുന്നത്. ഒരിക്കൽ നീ കൊട്ടാരത്തിന്റെ അകത്താണെങ്കിൽ അവിടെ നിന്ന് വിട്ടിറങ്ങിയിട്ട് പോയെങ്കിൽ ദൈവകുഞ്ഞ് നിന്നെ ഒരു അധികാരത്തോട് ആത്മനിയോഗത്തോട് അതേ കൊട്ടാരത്തിന്റെ അകത്തേക്ക് നടത്താൻ കഴിവുള്ള ഒരു കർത്താവിനെയോ നീ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ വിട്ടിറങ്ങിയ പശ്ചാത്തലങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഒരു ആത്മനിയോഗത്തോട് നീ കയറി ചെന്നാലുള്ള വേദികളിലൂടെയാ കർത്താവ് ഇന്ന് രാത്രി നിന്നെ നടത്തുന്നത് തിരിച്ചറിയുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടിറങ്ങിപ്പോയ ചില വേദികൾ നിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷേ അവിടേക്ക് ഒരു അഭിഷേകത്തോട് ആത്മനിയോഗത്തോട് മടങ്ങിച്ചെല്ലാനുള്ള മരുഭൂയാത്രയാണെന്ന് തിരിച്ചറിയുന്നവർ ഈ രാത്രി ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. മൊർദെഖായിയോട് ചോദിച്ച മൊർദെഖായി പറയും, ആമേൻ കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ കിടക്കുന്ന മൊർദെഖായി ആമേൻ എല്ലാം ഇപ്പോഴും നിന്നെ അനുഭവിക്കുകയാ. ആമേൻ എല്ലാവരാലും പഴിയേൽക്കുകയാ. ദുഷിപ്പുകൾ പലതും അനുഭവിക്കുന്നു. അകത്തളങ്ങളിൽ ഇതാ ഒരു ഭാഗത്ത് തനിക്കെതിരെ കഴുകുമരം ഒരുങ്ങപ്പെടുകയാ. പക്ഷേ മൊർദെഖായിയോട് നമ്മൾ ചോദിച്ച പറയൂ, ആമേൻ അന്ന് ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ, അന്ന് എൻ്റെ കാതുകളിൽ വന്ന ഒരു ശബ്ദമുണ്ട്, എടാ നിനക്ക് വേണ്ടി ഒരു കഴുകുമരം ഒരുങ്ങിയെന്ന് ആമേൻ പറഞ്ഞ വാർത്ത എന്നെ വേദനിപ്പിച്ചതാ. പക്ഷേ അന്ന് ഞാൻ വേദനയ്ക്കകത്തൂടെ കടന്നുപോയത് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് രാജാവിനോട് കൂടെ വിരുന്നുവാഴി ഇരിപ്പാനുള്ള ദൈവത്തിന്റെ നിയോഗമായിരുന്നെന്ന് ഞാൻ അത് മനസ്സിലാക്കിയെന്ന് അവൻ മൊർദെഖായി നമ്മോട് പറയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞ് നീ അനുഭവിക്കുന്ന ചില നിന്ദകളുണ്ടല്ലോ, നീ അനുഭവിക്കും നിനക്ക് വേണ്ടി കഴുകുമരം ഒരുങ്ങിയെന്ന് വിളിച്ചു പറയുന്ന ചില ശബ്ദങ്ങളുണ്ടല്ലോ, അതിന്ന് രാത്രി ഭയപ്പെടാതെ മൊർദെഖായി പോലെ ദൈവസ്ഥലം മുട്ടുമടക്ക് കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറാനുള്ള ദൈവ പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്നവർ അവൻ പറഞ്ഞാട്ട്. ചിലരെ നോക്കി ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ചില വാർത്തകൾ നിന്നെ വല്ലാതെ വേദനിപ്പിച്ച് ആമൻ ഒതുക്കി നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആ വാർത്തകൾ ഇന്ന് രാത്രി കേൾക്കുമ്പോൾ നിന്റെ മേൽ കടക്കുന്ന നിയോഗം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ബലപ്പെടാൻ ഈ രാത്രിയത്തെ ദൈവമക്കൾ തയ്യാറാണ്. ഒരുപക്ഷെ നിന്റെ കമ്പനിയിൽ, ഒരുപക്ഷെ നിന്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ, നിന്റെ ഏത് മേഖലകളിൽ നിന്നോ ഉയരുന്ന ചില ശബ്ദങ്ങളായിക്കൊള്ളട്ടെ, മനസ്സിനെ മുരടിപ്പിക്കുന്ന ചില വാർത്തകളായിക്കൊള്ളട്ടെ, അതെന്താണ് ഇവിടെ ആത്മനിയോഗം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാക. നീ അർഹിക്കാത്ത ചില വേദികളിലേക്ക്, ചില കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക്, രാജാക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ചില വേദികളിലേക്ക് ദൈവം തമ്പുരാൻ നിന്നെ ആനയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തേ. ഓ റബ ശബ്ദൽ ഖമാനഗസിയാദന റദനഗഡഗ ശബ്ദൽ ഖമാനഗസിയാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫേ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നീ കടന്നു പോകുന്ന ആഴങ്ങൾ നിന്നെ മുടിക്കാനല്ല, നിന്നെ ഒരു കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ദൈവ പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവകുഞ്ഞ് ആത്മാവിൽ സ്തോത്രം ചെയ്തേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ദൈവമക്കൾ ആത്മനിയോഗം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറാകട്ടെ. ഓ, ചില സ്വകാര്യ ദുഃഖങ്ങൾക്ക് അകത്തളങ്ങളിൽ നിന്ന് ചിലത് രാത്രി ആത്മനിയോഗം തിരിച്ചറിഞ്ഞ് ആത്മകൃപയിലേക്ക് മടങ്ങി വരട്ടെ. ആത്മാവ് ചിലതിനെ ഇന്ന് രാത്രി തട്ടി ഉണർത്തട്ടെ. ഏലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് രാത്രി ഒതുങ്ങിക്കിടക്കുന്ന ചിലര് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ. ഓ റബ ശബൽ ഖമനഗസിയാദന.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തട്ടി ഉണർത്തുന്ന രാത്രിയാ. ചിലര് തമ്പുരാൻ ഇന്ന് രാത്രി തട്ടി ഉണർത്തുന്ന രാത്രിയാ. നിനക്ക് ചില ദൂരയാത്രയുണ്ട്. നിന്നെ ചില കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറ്റാനുണ്ട്. ദൈവ പദ്ധതിയുടെ നിയോഗം നീ പ്രാപിക്കേണ്ടവളാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫ് അനുഭവിച്ച സകല പ്രതിസന്ധികളും എന്തിനാണെന്നറിയാമോ? അവനെ ഒരു കൊട്ടാരത്തിന്റെ അകത്ത് കൊണ്ടെത്തിക്കാനാ. പ്രൈസ് ദി ലോർഡ്. അയ്യോ പൊട്ടക്കുഴിയാണെന്ന്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഫറവോന്റെ കുണ്ടറയ്ക്കകത്തളങ്ങളിൽ ഒതുങ്ങപ്പെട്ടു പോയെന്നോ നിരാശപ്പെട്ടിരിക്കാനുള്ളതല്ല. അവിടെ നിന്നെ ഒരു ദിവസം കരകയറ്റും. എവിടേക്കാണെന്നറിയാമോ? കൊട്ടാരത്തിന്റെ അകത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പം പൗലോസ് പറയുക, അവൻ സുവിശേഷം നിമിത്തം എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് പറയുമ്പോൾ, ഒന്ന്, സുവിശേഷത്തിൽ നിമിത്തം താൻ അനുഭവിച്ച പ്രതിസന്ധി സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് വിളംബരം ചെയ്യാൻ ദൈവാത്മാവ് തന്റെ ദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. രണ്ട് വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഭയം കൂടാതെ അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം അവൻ പറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവജ്ഞ, ആമേൻ, നീ ചില കഷ്ടതയ്ക്കകത്തൂടെ കടന്നു പോകുന്നത് നിന്നെ ധൈര്യപ്പെടുത്താനാ, നിന്നെ ആത്മാവിൽ ബലപ്പെടുത്താനാ. ഓ റബ ശംദൽ ഖമാനഗസിയാധന. ദൈവജ്ഞ, നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ അകത്തലങ്ങളിലൂടെ നീ തികഞ്ഞു വരുമ്പോൾ, ഓ റബ ശംദനെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവൻ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ധൈര്യമുള്ള ഒരു മാനപാത്രമായി തമ്പുരാൻ നിന്നെ ഉപയോഗിക്കാനുള്ളത് കൊണ്ട് നീ ചില തീച്ചൂളയ്ക്കകത്തൂടെ കഴകിപ്പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു നിൽക്കുന്ന ചില മേഖലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ശുഭമായി പോയാൽ നമ്മളൊന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരെ സംബന്ധിച്ച് തീവ്രമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ പിൻപിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിക്കുമ്പോൾ അവർ അത്രമാത്രം പ്രതിസന്ധികളുടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരാ. അത്രമാത്രം പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു വന്നത് കൊണ്ട് അത്രമാത്രം കർത്താവിന് വേണ്ടി തീവ്രമായി നിൽക്കുന്നത്, ധൈര്യമായി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. പ്രിയമകളുടെ ആമേൻ പേരപ്പനെ സംബന്ധിച്ചിടത്തോളം ആമേൻ വളരെ തീവ്രമായി നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. പ്രൈസ് ദി ലോർഡ്. ആരെ കണ്ടാലും വിടത്തില്ല, ആരെ കണ്ടാലും സുവിശേഷം പറയും, ആരെ കണ്ടാലും പ്രൈസ് ദി ലോർഡ് പിടിച്ചിരുത്തി ആമേൻ കർത്താവിനെ കുറിച്ച് പറയാതെ മനുഷ്യൻ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമാത്രം പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിലാണ് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ആ കർത്താവിനോട് ആമേൻ തനിക്കൊരു കടപ്പാടുണ്ട്. തന്നെ ആ പ്രതിസന്ധിക്കകത്തൂടെ കടത്തിവിട്ടത് അവന്റെ നാമത്തെ ഉയർത്താനാണെന്ന്. ആരോടും ധൈര്യത്തോട് ചങ്കുറ്റത്തോട് കർത്താവിന്റെ വചനം പറയാൻ തക്കോണം പൗലോസിനെ പ്രാപ്തനാക്കിയ ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ നിങ്ങളെ അവൻ പ്രാപ്തനാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. തമ്പുരാൻ നമ്മളെ ചില നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില ആലോചനകൾ പകർന്നു തന്നിട്ടുണ്ട്, ചില ദൂതുകൾ കൈമാറിയിട്ടുണ്ട്, ചില വേദികളിൽ കർത്താവിൻ്റെ തീനാവായി നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിട്ടു. പ്രൈസ് ദി ലോർഡ്. നിയോഗങ്ങളെ തിരിച്ചറിയാതെ ഒതുങ്ങി നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ രാത്രി നിന്നെ ശക്തീകരിക്കുന്ന. ആമേൻ. ഒരു ഭാഗത്ത് പ്രാർത്ഥനയിൽ മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഭാഗത്തൊന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഭാഗത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് മാനുഷിക തലങ്ങളിൽ, ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഭയമിട്ട് ആമേ പുറമോട്ട് വലിക്കുന്ന ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ രാത്രി വിളിച്ചു പറയുന്നു, ദൈവമേ, നിന്റെ അകത്തളങ്ങൾ ആത്മാവിൽ ധൈര്യപ്പെടാനുള്ള ഒരു രാത്രിയാ ഈ രാത്രി. ആത്മാവിൽ നീ ധൈര്യപ്പെടാൻ തുടങ്ങ്. നിന്റെ നാവിനെ ദൈവം ശക്തീകരിക്കുക. ആമേ. നിന്റെ ഭയത്തെ എടുത്തു മാറ്റു യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ചില ഭയങ്ങൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ? ഞാൻ പ്രസംഗിച്ചാൽ ശരിയാകുമോ? ഞാൻ സുവിശേഷം പറഞ്ഞാൽ ശരിയാകുമോ? ഭയം ചിലതിനെ ഒതുക്കുന്ന രാത്രി ദൈവാത്മാ പറയുന്നു, ഈ രാത്രി ആത്മാവ് നിന്റെ ഭയത്തെ മാറ്റി.
ഓ റബന ശഗരധിനാദിയ ദഗരഗദുനിയംദൽ കമനഗസിയ. ചില ഭയത്തെ ഈ രാത്രി ദൈവാത്മാവ് എടുത്തു മാറ്റുന്ന രാത്രിയാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കൃപ 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 കൃപ. ഉടരദല ഘടകധുരിയംദൽ കമനഗസിയാദന. ഭയം മാറട്ടെ, ഭയം മാറട്ടെ, ഭയം മാറട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവസഭ ഭയപ്പെട്ടു നിൽക്കേണ്ടവരല്ല, ദൈവജനം ഭയപ്പെട്ടു നിൽക്കേണ്ടവരല്ല. ഇന്ന് രാത്രി ദൈവകുഞ്ഞ് നീ കടന്നുപോയ ചില പശ്ചാത്തലങ്ങൾ നിന്നെ ശക്തീകരിക്കുന്നതായി മാറണം. ആമേൻ. നെഹമ്യാവിനോട് ചോദിച്ച നെഹമ്യാവ് പറയും, 6-ാം അധ്യായം അതിൻ്റെ നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, ആമേൻ, അതിൻ്റെ 9-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ 9-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു, അവരുടെ ധൈര്യം ക്ഷയിപ്പിച്ച് കളയാനുള്ള ഒരു പദ്ധതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധൈര്യം ക്ഷയിപ്പിച്ച് കളയാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും കൊണ്ട് ആമേൻ ശത്രു കടന്നു വരുന്നത്. ആമേൻ അവരുടെ പണിയെ ആമേൻ തടസ്സപ്പെടുത്തി, ആമേൻ അവരുടെ മതിൽ പണി, യെരൂശലേമിലെ മതിൽ പണിയെ ആമേൻ ഒതുക്കാൻ വേണ്ടി ധൈര്യം ക്ഷയിപ്പിച്ച് കളയുന്നൊരു പദ്ധതി പിശാച് കൊണ്ടുവരുമ്പോൾ അവിടെ നെഹമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ പോലെ ഒരുത്തൻ എന്ത് ചെയ്യത്തില്ല, ഓടിപ്പോകത്തില്ല. എന്നെ പോലെ ഒരുത്തൻ എന്ത് ചെയ്യത്തില്ല, ഓടിപ്പോകത്തില്ല. ഈ രാത്രി ദൈവകുഞ്ഞ് ആമേൻ പ്രതികൂലങ്ങൾ ഉയരട്ടെ, നിന്റെ ആത്മീക നിയോഗത്തിന്റെ പണി പൂർത്തീകരിക്കാതിരിക്കാൻ ഭയപ്പെടുത്തുന്ന ശക്തികൾ, ഭയപ്പെടുത്തുന്ന ആരവങ്ങൾ, നിന്റെ ബലത്തെ ക്ഷയിപ്പിച്ച് കളയുന്ന വാർത്തകൾ ഇന്ന് രാത്രി നിന്നെ ഒതുക്കി നിർത്തുമ്പോൾ ഇന്ന് പകൽ നെഹമ്യാവിനെ പോലെ വിളിച്ചു പറ, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകത്തില്ല. എൻ്റെ മേൽ ഒരു ആത്മനിയോഗത്തിന്റെ ധൈര്യം ഈ രാത്രി പരിശുദ്ധാത്മ പകരുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? പ്രാർത്ഥനയിൽ ഒരു ഭാഗത്ത് മുന്നേറാൻ നീ ആഗ്രഹിക്കുമ്പോൾ, ഒരു ഭാഗത്തിന്റെ ഭാവിയുടെ പശ്ചാത്തലങ്ങൾ പുഷ്പഭാവി നീ ആത്മാവിൽ കാണുമ്പോൾ, ഒരു ഭാഗത്ത് പിശാച് നിന്നെ വെല്ലുവിളിച്ച് അവൻ നീ ആ മേഖലകൾ കടക്കത്തില്ല, നിന്നെ ക്ഷയിപ്പിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിന്റെ അധികാരത്തോട് നീ വിളിച്ചു പറ, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പിശാച് നിനക്കെല്ലാ കാലത്ത് എന്നെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപ 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 കൃപ. ഓ നിന്നെ ആത്മീയ നന്മകളെ ക്ഷയിപ്പിച്ച് കളയുന്ന, ആ ആത്മാവിന്റെ ധൈര്യത്തെ ക്ഷയിപ്പിച്ച് കളയുന്ന ചില ശത്രുവിന്റെ ആരവങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് എടുത്തു മാറ്റുന്ന രാത്രിയാ. ഓ ഓ ഹോ റമ ശഖ രഥ നമ സിയാധനാധക രഥനഗസിയ. കുഞ്ഞതിന്റെ ഭാവിക്കെതിരെ ആമേൻ ചില മേഖലകളിൽ ഉയരുന്ന ചില പ്രതിസന്ധികളെ കണ്ട് ഇന്ന് രാത്രി നിന്റെ ധൈര്യത്തെ ക്ഷയിപ്പിച്ച് പിശാച് മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവവൈതല്, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം അത്രമാത്രം ശ്രേഷ്ഠമാണ്. നിന്റെ മേൽ കിടക്കുന്ന ദൈവ നിയോഗം അത്രമാത്രം ആഴമുള്ളതാണ്. ഈ രാത്രി പിശാച് നിന്നെ ക്ഷയിപ്പിക്കാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഈ രാത്രി ആത്മാവിന്റെ ധൈര്യത്തോട് നീ എഴുന്നേൽക്കട്ടെ. ഓഹോ, നിന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ അകത്ത് തളം കെട്ടി ഒതുങ്ങിപ്പോകരുത്. ഈ രാത്രി ആത്മാവിൽ നീ മടങ്ങി വാ. നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ കൃപ 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 കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഭാവിയുടെ മേഖലകൾ കണ്ട്, നിന്റെ കുടുംബ പശ്ചാത്തലം കണ്ട്, അവിടെ നിന്നൊക്കെ പല വെല്ലുവിളികൾ നിനക്കെതിരെ ഉയർന്നു വരികയാ. ആമേൻ. നിന്റെ ധൈര്യത്തെ ക്ഷയിപ്പിക്കുന്ന ചില വാർത്തകൾ, സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിന്റെ ചുറ്റുപാട് നിപ്പുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നീ തളർന്നു പോകരുത്. ഇന്ന് പകൽ വചനം പറയാൻ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഭയം കൂടാതെ പറയാൻ നിന്നെ പ്രാപ്തീകരിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മ പറഞ്ഞാൽ ഈ രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ.
ഭാഗത്തേക്ക് മടങ്ങി വരാം. അതിൻ്റെ 15, 16 മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15, 16 വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ ആമേൻ യേശു പറയുന്നൊരു കാര്യം. ആമേൻ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് അവിടെ ഒരു ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ വലിയ പദ്ധതി, ശ്രേഷ്ഠമേറിയൊരു പദ്ധതി ദൈവത്തിന് ചെയ്യാനുണ്ട്. പക്ഷേ ആമേൻ ശിഷ്യഗണം മുന്നോട്ട് വന്നിട്ട് പറയുക, ഈ പുരുഷാരത്തെ എന്ത് ചെയ്യാം? പറഞ്ഞയക്കാം. നേരത്തെ ദൈവം നിനക്ക് നീ അഭിമുഖീകരിക്കേണ്ട ചില വിഷയങ്ങളുടെ അകത്ത് നീ തന്നെ അതിനെ നേരിട്ടേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. മാനുഷിക സാഹചര്യം ഇതെനിക്ക് പറ്റത്തില്ല, ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഈ പ്രതിസന്ധിയിലൂടെ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ എസ്കേപ്പ് ആവാൻ, ഒഴിഞ്ഞു മാറാൻ ഈ രാത്രിയിൽ ആഗ്രഹിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. ആമേൻ. ശിഷ്യന്മാർ ഈ ജനത്തെ പിരിച്ചുവിടാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവിനുള്ള പദ്ധതി, ആമേൻ, അവിടെ ഒരു ശ്രേഷ്ഠമേറിയ വിടുതൽ ഒരുക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നവർ. എൻ്റെ ഒരു സ്നേഹിതൻ ആമേൻ ഒരു ദൈവത്തിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹവേദിയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ആമേൻ തൻ്റെ ജീവിതത്തിൻ്റെ സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ താമസിച്ച ഒരു കർത്താവിൻ്റെ ദാസൻ. അതുകൊണ്ട് തന്നെ ആമേൻ ഈ ബോംബെ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയുമായിട്ട് കടന്നു വന്നപ്പോൾ തൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് വന്നപ്പം അവിടെ ഒരു ദൈവപ്രവൃത്തിയും കാണാതിരുന്നപ്പം ആമേൻ ഉള്ളിൽ നിരാശ കയറി, ഉള്ളിൽ ഭാരം തുടങ്ങി. ആമേൻ ഇവിടെ ഒരു ദൈവപ്രവൃത്തി ഇല്ലല്ലോ, ആമേൻ ഇവിടെ നിന്ന് ഒളിച്ചോടാം, ആമേൻ ഏതെങ്കിലും ഗ്രാമപ്രദേശത്തേക്ക് പോകാം. തൻ്റെ വൈഫിനോടത് ഷെയർ ചെയ്തപ്പം വൈഫ് വിദേശ രാജ്യത്തൊക്കെ വളർന്ന ഒരു പെൺകുട്ടിയാകുന്നത് കൊണ്ട് ആമേൻ ഗ്രാമപ്രദേശത്തേക്ക് ഇറങ്ങി പോകുക എന്നുള്ളത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള ദൈവത്തിൻ്റെ നിയോഗവുമില്ല. പക്ഷേ മനസ്സ് തന്നോട് പിശാച് ഇടപെടട്ടതാ ഗ്രാമത്തിൽ പോയി എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്യുക. പിന്നെയും അദ്ദേഹം വല്ലാതെ വളരെ നിരാശനായി തീർന്നുവെങ്കിലും അവരൊരുമിച്ച് പ്രാർത്ഥനയോട് പിന്നെയും മുന്നോട്ട് പോയി. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. ആ പട്ടണത്തിൻ്റെ അകത്ത് ദൈവം അവർക്കൊരു സഭയെ കൊടുത്തു. ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അന്ന് താൻ ഇട്ടിട്ട് ഓടി ഗ്രാമത്തിൽ പോയിരുന്നെങ്കിൽ അവിടെ ആ ദൈവപ്രവൃത്തി നടക്കത്തില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മളെ കർത്താവ് നിയോഗിക്കുമ്പോൾ ആമേൻ അവിടെ നമ്മൾ ഒളിച്ചോടാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഒരനുഭവം കൂടെ വേഗം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ആലുവ പട്ടണത്തിൽ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് എൻ്റെ മോന് ഇപ്പോൾ +1 അന്ന് ഒരു വയസ്സ് പോലും തികഞ്ഞില്ല ആ ഒരു സമയം. ആമേൻ അവിടെ ആ പട്ടണത്തിലാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഒരു വീട്ടിലെ ആരാധന. ആമേൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് സഭയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 3000 രൂപയാണ്. അവിടുത്തെ ടൗണിലെ വാടക അല്പം കൂടുതലാണ്. ആമേൻ അതേ 3000 രൂപയാണ് വാടക കൊടുക്കേണ്ടത്. അതേ പൈസ ആമേൻ എന്ത് ചെയ്യും? വാടക കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ആമേൻ എൻ്റെ കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് പോലും കൊടുക്കുവാനുള്ള വളരെ ബുദ്ധിമുട്ടിൻ്റെ നടുവിലൂടെ ആമേൻ പോയി. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി നമുക്ക് ഈ സാധനമെല്ലാം പറക്കി കെട്ടി നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ വീട് അടൂരാണ്. ആമേൻ അടൂര് വീട് ഒഴിഞ്ഞു കിടക്കുക. നമുക്ക് സാധനമെല്ലാം അവിടെ കൊണ്ടിട്ടിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് പോയി വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വൈഫ് പറഞ്ഞു, ആമേൻ ഒരിക്കലും നടക്കത്തില്ല. കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ നമ്മൾ ഇവിടെ നിന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ നമ്മളെ കർത്താവ് ആക്കിയെടുത്ത് നമ്മൾ നിന്നേ പറ്റൂ. നമ്മൾ ഇവിടുന്ന് ഓടിപ്പോകേണ്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ അവിടുന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ദൈവശപ്പെട്ട ഒരു ശുശ്രൂഷകനായിരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞങ്ങൾ അവിടെ പിടിച്ചു നിന്നത് കൊണ്ടാണ് കർത്താവ് ഇന്നയോളം അത്ഭുതകരമായി ഞങ്ങളെ കുടുംബമായി നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ ദാസിനും ദാസിക്കും ഒക്കെ അറിയാം, ഞങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. എൻ്റെ കുഞ്ഞുങ്ങളും ആമേൻ എൻ്റെ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇരുവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ എൻ്റെ വൈഫും ആ നിലകളിൽ കർത്താവിന് വേണ്ടി ആമേൻ പ്രയോജനപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ദാസിയ. കർത്താവ് ഞങ്ങളെ നിർത്തിയത് ആമേൻ ചില വേദികളിൽ ഞങ്ങൾ ഓടിപ്പോകാതെ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച മേഖലകളിൽ നിൽക്കാൻ തയ്യാറായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ പ്രയോജനപ്പെടുന്നത്. ഇന്ന് രാത്രി ദൈവകുഞ്ഞ് നീ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് ഇട്ട് തരുമ്പോൾ നീ അവിടെ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കരുത്. അവിടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാകുക. അപ്പം ദൈവത്തിൻ്റെ നിയോഗം എന്താ? ഈ ജനത്തെ പോഷിപ്പിക്കണമെന്നുള്ളതാണ്. പക്ഷെ ജനത്തിൻ്റെ ശിഷ്യന്മാരുടെ ആഗ്രഹം എന്താ? ഈ ജനത്തെ പറഞ്ഞു വിടണം.
കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിപ്പാൻ കൊടുക്കണം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇന്ന് രാത്രി കർത്താവ് ചില ചോദ്യചിഹ്നങ്ങൾ നമുക്കിട്ടിട്ട്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് കർത്താവ് മൗനമായിരിക്കുന്ന വേദിക്കകത്ത് ഇന്ന് രാത്രി അന്ത്രയോസിനെ പോലെ ചിലത് തിരിച്ചറിഞ്ഞ്, ആത്മനിയോഗം തിരിച്ചറിഞ്ഞ് ആമേൻ മുന്നോട്ട് വാ. കർത്താവേ, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുത്തേ. കർത്താവ് അത് വാഴ്ത്തി ഞുറുക്കാൻ തുടങ്ങും. കർത്താവ് അത് ജനത്തിന് പകരാൻ തുടങ്ങും. അത് ഇന്ന് വരെ കാണാത്തൊരു അത്ഭുതമായി മാറാൻ അന്ത്രയോസുമാർ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് ദൈവസ്ഥലി മുന്നോട്ട് വാ. ആമേൻ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നു പറഞ്ഞ് കർത്താവ് മിണ്ടാതിരുന്നു അല്ലേ? കർത്താവ് ചില വേദിക്കകത്തേക്ക് നമ്മളെ കൊണ്ടിട്ടിട്ട്, ആമേൻ, ചില സാഹചര്യത്തിൻ്റെ അകത്തേക്ക് കർത്താവ് കൊണ്ടിട്ടിട്ട്, ആമേൻ, നമ്മളെ കർത്താവ് മിണ്ടാതിരിക്കും. നമ്മൾ വിചാരിക്കും, കർത്താവേ, എന്തുകൊണ്ട് എന്നെ ഇനി ഈ അവസ്ഥയിലേക്ക് കൊണ്ടിട്ടിട്ട് നീ ഒരു മറുപടിയും തരാത്തത്, നീ എന്നോടൊന്ന് ഇടപെടാത്തത്, ആമേൻ കർത്താവേ, ഇവിടെ കടന്നാൽ മതിയോ എന്നൊക്കെ നമ്മൾ ആവലാതി പറയുമ്പോൾ ദൈവത്തിനൊന്ന് പറയാനുണ്ട്. ദൈവകുഞ്ഞെ, അന്ത്രയോസിനെ പോലെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് നീ നിന്നെ തന്നെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തേ. ദൈവത്തിന് നിന്നെ അസാധാരണമായി ഉപയോഗിപ്പാനുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ദൈവത്തിൻ്റെ നിയോഗം തിരിച്ചറിയുന്നത് അന്ത്രയോസാ. ഹല്ലേലൂയ. കർത്താവ് മൗനമായി നിൽക്കുന്ന ചില ചോദ്യചിഹ്നങ്ങൾ ഇട്ടിട്ട് കർത്താവ് മിണ്ടാതിരിക്കുന്ന വേദിക്കകത്തേക്ക് ഈ രാത്രി നീ ചില നിയോഗം തിരിച്ചറിഞ്ഞ് സ്റ്റെപ്പ് എടുത്തു വെച്ച് ദൈവം നിന്നെ അസാധാരണമായി ഇന്ന് വരെ കാണാത്ത തലങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ശക്തനാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവരാമേ പറഞ്ഞാട്ട്, നമ്മൾ ഒളിച്ചോടാനുള്ളവരല്ല. ശത്രു ഒരു ഭാഗത്ത് നിന്ന് വെല്ലുവിളികൾ നടത്തുമ്പോൾ ആമേൻ ശൗലും ദാവീദ് ഇതിന്റെ സഹോദരവർഗങ്ങൾ പടയാളികളൊക്കെ മാറി നിൽക്കുകയാ ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ. എന്നാൽ ദാവീദ് മുന്നോട്ട് വന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ഗോലിയാത്തിനെ നേരിടാൻ മുന്നോട്ട് വന്നത് നിമിത്തമാ ഗോലിയാത്ത് പരാജയപ്പെട്ടത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ദാവീദിനെ പോലെ ഇന്ന് രാത്രി ആത്മാവിൽ മുന്നോട്ട് വരാൻ തയ്യാറാണോ? ദൈവം നിന്നെ ഈ രാത്രി മാനിപ്പാൻ തയ്യാറാണ്. എല്ലാ ദൈവമക്കളും കർത്താവിന് സ്തോത്രം ചെയ്തേ. ഈ രാത്രി അന്ത്രയോസിനെ പോലെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് ഈ രാത്രി മുന്നോട്ട് വരാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? ആമേൻ. നീ ജീവിതത്തിൽ കാണാത്ത ഒരു അസാധാരണ അത്ഭുതം ദൈവത്തിന് നിന്റെ മേൽ ചെയ്യാനുണ്ട്. അക്കരങ്ങൾ അടിച്ചാത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. ഇത് രാത്രി ദൈവ നിയോഗം തിരിച്ചറിഞ്ഞ് ഈ രാത്രി മുന്നോട്ട് വന്നാട്ടെ. കൃപ 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 ശത്രുവിന്റെ വെല്ലുവിളികളെ ഈ രാത്രി നീ തിരിച്ചറിഞ്ഞ് ഈ രാത്രി മുന്നോട്ട് മാറി നിൽക്കേണ്ടവളല്ല. ആമേ സ്വകാര്യ ദുഃഖങ്ങൾക്കകത്തളങ്ങളിൽ ഈ രാത്രി നീ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. ദൈവത്തിന് നിന്നെ അസാധാരണമായി ഉപയോഗിക്കാനുണ്ട്. ദൈവത്തിനൊരു മിറക്കിൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്ന് രാത്രി കേൾപ്പിച്ച ദൂതിനു മുമ്പാകെ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് നിർത്തണമെന്നുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഈ രാത്രി ഏൽപ്പിച്ചാട്ടെ. ദൈവസഭയോടൊരു ദൂത് ഈ ഉപവാസ പ്രാർത്ഥനയെ കൈമാറുകയാണ്. ആമേ. ചില സ്വകാര്യ ദുഃഖങ്ങൾക്കകത്തലങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറാൻ കഴിയാതെ, ആരാധനയിൽ മുന്നേറാൻ കഴിയാതെ, ആത്മതലങ്ങളിൽ മുന്നേറാൻ കഴിയാതെ ഒതുങ്ങി നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ ചില നിയോഗങ്ങളുണ്ട്. ആമേൻ. തിരിച്ചറിഞ്ഞ് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ മുന്നോട്ട് വാ. അന്ത്രയോസിനെ പോലെ മുന്നോട്ട് വാ. ആമേൻ. ദൈവസനെ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവത്തിന് നിന്നെ അസാധാരണമായി ഉപയോഗിപ്പാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവസഭയെയും ദൈവദാസനെയും കുടുംബത്തെയും പ്രിയമുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ഒരുക്കിയ വാത്സല്യ കർത്താവിനും ദൈവസഭയ്ക്കും വാത്സല്യ മകളോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി ഐശ്വര്യമായി ദൈവജനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോട് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സഭയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസ്ഥലിലേക്ക് അടയാം. എല്ലാ കണ്ണുകളും ദൈവസ്ഥലിലേക്ക് അടച്ചാട്ട്.
രാത്രി കേട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. ആ വചനം നമ്മുടെ ഇടയിൽ ക്രിയ ചെയ്യട്ടെ. വചനം നമ്മോട് ഇടപെടട്ടെ. ഇന്ന് രാത്രി നാം ഭവനത്തിലേക്ക് പോകുമ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ വന്ന കർത്താവ് നമ്മുടെ കൂടെ ഇന്ന് രാത്രി വരുന്നൊരു രാത്രിയായി തീരട്ടെ. അതരം തുറന്ന് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ട്.